ഹലോ, ഞാൻ ഷെരിൻ ഡേവിസ്. SIPയെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ഇനിയുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ അവർക്കൊക്കെ പൊതുവായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. എന്താണ് SIP എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും അത് അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം എന്താണ് SIP എന്നുള്ളത്. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഓരോ മാസവും ഒരു നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ SIP എന്ന് പറയുന്നത്, അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. എങ്ങനെ നിക്ഷേപിക്കണം? നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ചോദ്യമാണ്, എങ്ങനെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും? ക്യാഷായിട്ട് നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണം നമ്മുടെ ഫണ്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു ECS മാൻഡേറ്റ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും ഒരു തുക കൃത്യമായിട്ട് അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള ഒരു റിക്വസ്റ്റാണ് ഈ ECS മാൻഡേറ്റ്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആയി കിട്ടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ്, എത്ര നാൾ നമ്മൾ നിക്ഷേപിക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് SIPയിൽ നിക്ഷേപിക്കാം. പക്ഷേ ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ നിക്ഷേപിക്കാൻ സാധ്യമാകുന്ന പണമാണെങ്കിൽ മാത്രം ഒരു SIP തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഇനി ഇടയ്ക്ക് മുടങ്ങിപ്പോയാൽ SIPക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് ആളുകളുടെ അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്. SIP ആരംഭിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ പോലെ അത് ലാപ്സ് ആവുന്ന ഒരു സമ്പ്രദായം SIPയിൽ ഇല്ല. അപ്പോൾ ആ മുടങ്ങിയ മാസം നിങ്ങൾ എന്താണ് ഒരു അഡീഷണൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം പിന്നത്തെ മാസം അത് വളരെ കൃത്യമായിട്ട് ആ സെയിം ഡേറ്റിൽ തന്നെ ആ നിങ്ങളെ പറഞ്ഞ എമൗണ്ട് കൃത്യമായിട്ട് SIP ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ആവും. പക്ഷെ എന്നാൽ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ SIP ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. അപ്പോൾ എന്നാൽ ഒരു പ്രാവശ്യം SIP മുടങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പക്ഷേ ബൗൺസ് ചാർജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ മുടങ്ങുമ്പോഴും നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെ നമുക്കൊരു രജിസ്ട്രേഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ കണ്ടെത്താം? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും SIP ചെയ്യാനും ഒക്കെ എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറി ആണെങ്കിൽ ആ കമ്പനി ഒരു SEBI ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഒരു നിശ്ചിതമായിട്ട് ഒരു എക്സാം പാസ്സായതിനു ശേഷം ARN നമ്പർ സ്വീകരിച്ച ഒരു കമ്പനി ആയിരിക്കും. രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറിക്ക് ഈ ARN നമ്പർ എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടാകും. അപ്പോൾ ഈ ARN നമ്പർ എന്ന് പറയുന്നത് AMFI എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന ഒരു എൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് AMFIയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ARN നമ്പർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന തുകയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു സംശയം. മ്യൂച്വൽ ഫണ്ടിൽ 2 തരം സ്കീമാണ് നമുക്കുള്ളത്. ഒന്ന് ടാക്സ് ബെനിഫിറ്റ് ഉള്ളതും, 2 ടാക്സ് ബെനിഫിറ്റ് ഇല്ലാത്തതും. അപ്പോൾ ELSS എന്ന് പറയുന്നൊരു സ്കീമാണ് ടാക്സ് ബെനിഫിറ്റ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നിങ്ങളുടെ ഇൻകത്തിൽ നിന്നും നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓഡിറ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെപ്പറ്റി തീരുമാനം എടുക്കുക. ഈ നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കുമ്പോൾ ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സംശയം. അപ്പോൾ നമ്മൾ 1 വർഷത്തിനുള്ളിലാണെങ്കിൽ, അതായത് നിക്ഷേപിച്ച തുകയുടെ ലാഭം ഒക്കെ നമ്മൾ എടുക്കുന്നത് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ എത്ര 20% ടാക്സ് കൊടുക്കണം. ഇനി 1 വർഷത്തിന് ശേഷമാണെങ്കിലോ നമുക്ക് 1.25 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അതിനുശേഷമുള്ള തുകയ്ക്കായിരിക്കും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം വരുന്ന തുകയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 12% ഇനി ELSS ആണെങ്കിലോ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് പിൻവലിക്കാൻ പറ്റില്ല. 3 വർഷത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കൂ. ഇനി എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും SIP ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്കീമിലും നമുക്ക് SIP ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങളുടെ റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് സഹായത്തോടെ മാത്രം തീരുമാനം എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ സ്കീമിൽ SIP ചെയ്യാമെന്നുള്ളത്. ഇനി അടുത്ത നമ്മുടെ ഒരു സംശയമാണ്, എല്ലാ ഫണ്ടിലും റിട്ടേൺസ് ഒരുപോലെയാണെന്നുള്ളതാണ്. എല്ലാ ഫണ്ടിലും റിട്ടേൺസ് ഒരുപോലെയല്ല. കാരണം പല സ്കീമിലും റിട്ടേൺസ് വ്യത്യാസം ഉണ്ടായിരിക്കും, പല രീതിയിലായിരിക്കും.
പാസ്റ്റ് പെർഫോമൻസ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് ഓൾറെഡി മ്യൂച്വൽ ഫണ്ടുകൾ മുന്നിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് മുന്നിൽ നിങ്ങൾക്ക് നൽകിയ റിട്ടേൺസ് വരും കാലങ്ങളിൽ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതിന് തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റിക്ക് ആണ് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് ഈ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം അത് വരുന്ന കാലഘട്ടത്തിൽ ആ സെയിം റിട്ടേൺ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി SIP സ്റ്റോപ്പായിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിലവിൽ നിക്ഷേപിച്ച പണം അതിനൊന്നും സംഭവിക്കില്ല. നിലവിൽ നിക്ഷേപിച്ച പണം ആ ഫണ്ടിൽ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും. അത് അവിടെ കിടന്ന് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ക്യാൻസൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചാർജ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. SIP ക്യാൻസലായി പിന്നീട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു SIP ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി SIPയിൽ എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു സംശയം. SIPയിൽ എമൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് 1000 രൂപയിൽ തുടങ്ങിയാൽ നമ്മൾ അവസാനിക്കുന്ന ഒരു SIPയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. ഇനി കൂട്ടി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു SIP നമ്മൾ ആരംഭിക്കേണ്ടി വരും. ഇനി SIP എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. SIPയുടെ എമൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാനായിട്ട് പറ്റും. ഒരു വർഷമായില്ലെങ്കിൽ അതിനൊരു എക്സിറ്റ് ലോഡ് അവരെടുക്കും. അത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന തുകയുടെ ഏകദേശം 1% അവരെടുക്കുന്നത്. ഇനി SIP എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത്. നിങ്ങൾ SIP ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, SIPക്ക് നമ്മൾ പണ്ട് കൊടുത്ത SIP ആരംഭിക്കുമ്പോൾ കൊടുത്തൊരു ECS മാൻഡേറ്റ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഒരു റിക്വസ്റ്റ്, അത് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും മ്യൂച്വൽ കമ്പനിയിൽ ഇൻഫോം ചെയ്തിട്ട് ആ ബാങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനൊരു ഫോർമലായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രജിസ്റ്റേർഡ് ഇൻ്റർമീഡിയറ്റ് ത്രൂ തന്നെ നിങ്ങൾക്കതെല്ലാം ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു സംശയം എന്ന് പറയുന്നത് SIP എമൗണ്ട് നമുക്ക് വേറെ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്ക് ആ SIP ചെയ്ത ഫണ്ടിലെ റിട്ടേൺസ് മോശമാണെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് വേറെ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ SIP ഉള്ള ആ കമ്പനിയിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെ ഒരു നല്ല ഇൻ്റർമീഡിയറിനെ നമുക്ക് കണ്ടുപിടിക്കാം? അതായത് നമ്മൾ SIP ചെയ്യാൻ പോകുമ്പോൾ രജിസ്റ്റർ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെ ഒരു നല്ല ഇൻ്റർമീഡിയറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള വിവരം തരാൻ കഴിയുന്നതും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന അതിന് കഴിവുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലൈൻഡായിട്ട് നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് നോക്കിയല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് അതിനെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവയെല്ലാം ശ്രദ്ധിച്ച് മാത്രം ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.